അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പെസർട്ട്, ആന്ധ്രാപ്രദേശിൽ പറയുന്ന പേരാണ് പെസർട്ട്. പെസർട്ടു പറഞ്ഞാൽ ചെറുപയർ ദോശ. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്ത് നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഡയബറ്റിക് പേഷ്യൻസിനും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്കായി ആദ്യം 1 കപ്പ് ചെറുപയർ എടുക്കുക. ചെറുപയർ ആണ് ഏറ്റവും നല്ലത് കേട്ടോ. പരിപ്പ് ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ 1 കപ്പ് ചെറുപയർ എടുക്കുക. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പച്ചരി നിർബന്ധമില്ല, പക്ഷേ ഞാനിതിൽ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ കടലപ്പരിപ്പ് ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇത് കുതിരാനിടുക. ഒരു 4 മണിക്കൂറൊക്കെ കുതിർന്നാൽ മതിയാവും. അപ്പോൾ ഞാനിത് കുതിരാനായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിലിട്ടത് കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഇനി ഇത് മിക്സിയിലിട്ട ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ലേശം കൂടിയതുകൊണ്ടോ കുറഞ്ഞുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം, അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് പകുതി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് ബാക്കി പകുതിയിൽ വീണ്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കുക. ചതയാനേ പാടുള്ളൂ കേട്ടോ. അതിലേക്കായിട്ട് 4-5 വറ്റൽമുളക്, ഒരു കഷ്ടി 1/2 കപ്പ് നാളികേരം ചിരവിയത്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, 5-6 എടുക്കാം ചെറിയ ഉള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ടല്ല, തരിപിരുന്നനെ അരച്ചെടുത്തിട്ട് മറ്റേ മാവ് കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കുക. അത് ചൂടായാൽ നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചുട്ടെടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഹെൽത്ത് മീൻസ് നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് നോക്കുന്നില്ല, ഷുഗറിൻ്റെ കാര്യം നോക്കുന്നില്ലാത്തവരാണെങ്കിൽ ഇതിൽ നെയ്യ് പുരട്ടിയിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇതിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. നല്ലെണ്ണയുടെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. അത് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, ഞാനിതിൽ ഇങ്ങനെ ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു വശത്ത് ഇട്ട് കൊടുക്കും. അത് ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇത് ആഴ്ചയിൽ നമ്മളൊരു 4-5 പ്രാവശ്യമെങ്കിലും മിനിമം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇതിൽ നിറയെ പ്രോട്ടീനാണ്. വളരെ നന്നായിരിക്കും. പിന്നെ ഒരുപാട് ആൾക്കാർ ഡയബറ്റിക്കാണ്, ഞാനടക്കം. അപ്പം ഞാനിങ്ങനെയുള്ളതൊക്കെ ധാരാളമായിട്ട് ചെയ്യാറുണ്ട്. ചിലതൊന്നും നമുക്ക് മടുക്കും പെട്ടെന്ന്, എന്നാലും നിവൃത്തിയില്ല. പക്ഷേ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അപ്പം നമ്മുടെ പെസർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ നല്ലൊരു ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. നാളികേര ചട്നിയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യൂ, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയും ഈസി ആയിട്ടുള്ള റെസിപ്പീസും ഹെൽത്തിന് നല്ലതായിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.